ഇപ്പോൾ ആലപ്പുഴ തുറവൂരിൽ അപകടം നടന്ന സ്ഥലത്ത് KC വേണുഗോപാൽ MP എത്തിയിരിക്കുകയാണ്. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അവിടെയാണ് ഗർഡർ വീണ ഒരാളുടെ മരണം സംഭവിച്ചത്. 2 ദിവസം 8 മീറ്റിംഗെങ്കിലും ജില്ലാ കളക്ടറുടെ ചേംബറിൽ ഈ അരൂർ തുറവൂർ പാതയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ നടത്തിയിട്ടുണ്ട്. ആ 8 മീറ്റിംഗിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത സുരക്ഷാ പ്രശ്നങ്ങളായിരുന്നു. കാരണം ഇവിടെ ഓരോ ദിവസവും ഈ സർവീസ് റോഡിൻ്റെ യഥാർത്ഥമായിട്ടുള്ള സ്ഥിതിവിശേഷം ഇല്ലാത്തത് കാരണം ആളുകൾ അപകടത്തിൽപ്പെട്ട് മരിക്കുന്നു, സ്കൂട്ടർ യാത്രക്കാരൻ മരിക്കുന്നു. ഈ സാഹചര്യം ഒഴിവാക്കണമെന്നായിരുന്നു. പക്ഷേ കരാർ കമ്പനിക്കാരോ NHAയോ ഈ സർവീസ് റോഡ് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും ഇപ്പോൾ 2.5 കൊല്ലം, ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടോ അവർ പറഞ്ഞത് 2.5 കൊല്ലമായിട്ട് ഈ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. 2.5 കൊല്ലമായിട്ടും ഈ 10 കിലോമീറ്റർ സർവീസ് റോഡ് 2 ഭാഗത്തും ഒന്ന് വൃത്തിയായിട്ട് നടത്താൻ ഈ കൺസ്ട്രക്ഷൻ കമ്പനി കഴിയില്ലെങ്കിൽ പിന്നെ ഇവരെന്ത് കമ്പനിയാ? അവര് മാത്രമല്ല NHA ചെയർമാൻ അടക്കമുള്ള ആളുകൾ എല്ലാ മീറ്റിങ്ങിലും പറയുന്നതാണ് സർവീസ് റോഡ് പക്കയാക്കിയിട്ട് മാത്രമേ കൺസ്ട്രക്ഷൻ നടത്താൻ പാടുള്ളൂ എന്നുള്ളതാണ്. കാരണം യാത്രക്കാരുടെ ഗതാഗതം ഉറപ്പുവരുത്തണം. ഇപ്പോൾ സർവീസ് റോഡിൻ്റെ കണ്ടീഷൻ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളെല്ലാം യാത്ര ചെയ്യുന്നവരാണല്ലോ. ഈ സർവീസ് റോഡിൽ 3 മണിക്കൂർ 4 മണിക്കൂർ ഇരിക്കുന്നു. കംപ്ലീറ്റ് കുഴിയാണ്, കംപ്ലീറ്റ് തകരാറിലാണ്. എന്തെങ്കിലും ചെറിയൊരു പാച്ച് വർക്ക് ഇവരടക്കം നടക്കും. പരാതി പറയുമ്പോൾ അവർ 2 ആഴ്ച കഴിഞ്ഞാൽ വീണ്ടും പഴയ അവസ്ഥയിലിട്ട് പോകും. ഇത് പക്കയാക്കിയിട്ട് ചെയ്യാൻ BMNTSCയിൽ സർവീസ് റോഡ് ചെയ്യാൻ ഇവർക്ക് തെന്നി താഴേക്ക് വീഴുകയും അതിലൂടെ വന്ന പിക്കപ്പ് വാൻ അതിനടിയിൽപ്പെടുകയും എൻ്റെ ഡ്രൈവറായ രാജേഷ് മരിക്കുകയും ചെയ്തത്. 25 ലക്ഷം രൂപയൊക്കെ സഹായം നൽകുമെന്ന് കമ്പനി അറിയിച്ചിരുന്നു. പക്ഷേ വളരെ ഗുരുതരമായ പിഴവ് അവിടെ സംഭവിച്ചുവെന്നാണ്. ഇത് മാത്രമല്ല, ഒട്ടേറെ ആ പരിസരത്ത് അരൂരുമായി ചേർന്നുള്ള സ്ഥലങ്ങളിലുണ്ടായ അപകടങ്ങളിൽ 50-ലേറെ ആളുകളാണ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടെ തന്നെ അപകടങ്ങളിൽ മരിച്ചത്. അതുകൊണ്ടാണ് ഇപ്പോൾ MP അവിടെ സന്ദർശിക്കുകയും കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തത്.